വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോട് തുറന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകേണ്ടതിന് പ്രാർത്ഥനയോട് സമർപ്പണത്തോട് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ കേൾപ്പിച്ച് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. മുഖവരകൾ ഒന്നും കൂടാതെ വേഗത്തിൽ തന്നെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 107 സങ്കീർത്തനം, അതിൻ്റെ ഒരു 3-ാം ഭാഗത്തേക്കാണ് നാം എത്തിച്ചേർന്ന്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ വിവിധ ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം നമ്മൾ ചിന്തിച്ചതാണ്, എങ്കിലും ഒന്ന് ഞാൻ ഓർപ്പിച്ചു വിടുന്നു: വീണ്ടെടുക്കപ്പെട്ടവർ, വിമുക്തന്മാർ. ദൈവം വീണ്ടെടുത്ത തൻ്റെ മക്കൾ. ഭാഗത്ത് വായിക്കുമ്പോൾ പാർപ്പാൻ തക്ക പട്ടണം അവരന്വേഷിച്ചു, പക്ഷേ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം പാർക്കാൻ തക്ക പട്ടണം അവർക്കൊരുക്കി കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പാണ് മത്സരികൾ. ദൈവത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചു. അതിൻ്റെ ഫലമായി ദൈവം കൊടുത്ത ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിൽ നിന്ന് വിടുതൽ കൊടുത്തു. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 3-ാമത്തെ ഗ്രൂപ്പാണ്. 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. ഭോഷന്മാർ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 3-ാമത്തെ ഗ്രൂപ്പാണ്, ഭോഷന്മാർ. അവരുടെ പ്രശ്നം ഒന്നുകൂടെ വായിച്ചോളാം വാക്യം. ഭോഷന്മാർ അവർ ലംഘനം ഹേതുവായും അകൃത്യങ്ങൾ നിമിത്തവും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അത് കൊടുത്തിരിക്കുന്ന വാക്ക് മത്സരം നിമിത്തം ഭോഷന്മാരായി തീർന്നവർ. അങ്ങനെയെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ഗ്രൂപ്പിനെ നമ്മൾ കണ്ടു, അവർ മത്സരിച്ചവരാണ്. ഈ ഭോഷത്വം ഇവർക്ക് സംഭവിച്ചത് മത്സര നിമിത്തമാണ്. ദൈവത്തോട് മത്സരിച്ചതിൻ്റെ ഫലമായി ഈ ഭോഷന്മാരായി. ഞാൻ വേഗത്തിൽ അതിൻ്റെ വിശദീകരണം തരാം. ആരായി ഭോഷൻ? നമ്മൾ പലപ്പോഴും ഈ ബുദ്ധിയില്ലാത്തവർ ഭോഷന്മാരെന്ന് പറയും. ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പില്ല. ബുദ്ധിയില്ലാത്തെന്ന് പറയുന്ന ആരെയാണെന്നറിയോ? പഠനകാര്യത്തിൽ അല്പം പുറകെ പോയാൽ നമ്മളെന്താ പറയും? അവർക്ക് പഠിക്കാൻ ബുദ്ധിയില്ലെന്നേ ഉള്ളൂ, മറ്റു പല കാര്യങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണ്. നമ്മൾ വളരെ ഗൗരവത്തോടെ അത് ചിന്തിക്കണം. ഈ ലോകപ്രകാരമുള്ള ഭോഷത്വമല്ല നമ്മൾ ചിന്തിക്കുന്നത്, ആത്മീയ ഭോഷത്വമാണ്. എന്നാൽ ഈ ലോകപ്രകാരവും ചിലർ പഠിക്കാൻ ഭയങ്കര മിടുക്കരായിരിക്കും, എന്നാൽ എല്ലാ കാര്യത്തിലും അവർ മിടുക്കരാകണമെന്നില്ല. എന്നാൽ പഠിക്കാൻ അല്പം മോശമാണെങ്കിലും മറ്റു പല കാര്യത്തിലും അവർ മിടുക്കരായിരിക്കും. അപ്പോൾ അവരെ ഭോഷണം എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞ പോലെ IAS പാസ്സായാൽ കലക്ടറാകാം. എന്നാൽ IAS കാരനെ കൊണ്ട് ഒരു മരം വെട്ടി താഴെ ഇടാൻ പറഞ്ഞാലോ? കാരണം അവർക്ക് ആ വിഭാഗത്തിൽ അവർ ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷെങ്കിൽ മറ്റും മേഖലയിലോ മരം വെട്ടാൻ അവനും ബുദ്ധി വേണം. കാരണം മറ്റു മരത്തെ വീഴാതെ, പെരപ്പുറത്ത് വീഴാതൊക്കെ വെട്ടി ഒതുക്കണമെങ്കിൽ ബുദ്ധി വേണം. അപ്പോൾ അവരിൽ ലോകപ്രകാരം സകലരും ബുദ്ധിയുള്ളവരാണ്. നമ്മളാരെയും ഭോഷനെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഏതെങ്കിലും വിഷയത്തിൽ, ഏതെങ്കിലും ഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ പഠന വിഷയത്തിൽ അല്പം പുറകെ പോയെന്ന് കണ്ട് അവർ ഭോഷരല്ല. അവർക്ക് വേറെ ഏതോ മേഖലയിൽ കഴിവുണ്ട്. നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്തോണം. ലോകത്താരും ഭോഷന്മാരില്ല. ദൈവം സൃഷ്ടിച്ചതൊക്കെ ബുദ്ധിയുള്ളവരെ തന്നെയാണ്. ഇനി ഒന്നുകൂടെ കടന്നു പറഞ്ഞോട്ടെ, കർത്താവിനെ കണ്ടുമുട്ടി ഒരു ദൈവവൈതലായി കഴിയുമ്പം ഇവരുടെ ബുദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ വചനം പറയുന്നത്? യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവത്തെ അറിയുന്തോറും ബുദ്ധി വർദ്ധിക്കും. ഫിയർ ഓഫ് ദ ഗോഡ് ഈസ് ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് നമ്മൾ പറയുന്ന പോലെ ആ ബുദ്ധി ആരംഭിക്കും. അതിൻ്റെ വർധനവ് തുടങ്ങുന്നത് ദൈവത്തെ ഭയപ്പെടുമ്പോഴാണ്. ദൈവത്തെ ഭയപ്പെട്ടാൽ ബുദ്ധി വർദ്ധിക്കും. ഞാൻ വേഗത്തിൽ മടങ്ങി വരുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിൽ ആരാ ഭോഷന്മാർ? 1-2 വാക്യങ്ങൾ വേഗത്തിൽ ദൈവമക്കളെ ഒന്ന് ഓർപ്പിക്കാം. അതിനുശേഷം നമ്മൾ ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചോളൂ. മതി. അവിടെ തന്നെ നമ്മൾ വായിച്ച യഹോവ ഭക്തി
അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നവന് ജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ദൈവമക്കൾ ആരും ഭോഷന്മാരല്ല, നമ്മൾ ബുദ്ധിയുള്ളവരാണ്. എന്നാൽ അടുത്തൊരു വാക്ക് പറയുന്നു, ഭോഷന്മാരോ. അപ്പം എനിക്ക് ജ്ഞാനം വേണ്ട, ജ്ഞാനമെന്ന് ഉദ്ദേശിക്കുന്ന വചനം വേണ്ട, ഈ പുസ്തകം വേണ്ട, ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രബോധനം എന്നെ ആരും ഉപദേശിക്കണ്ട, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട എന്നൊരു വ്യക്തി പറയുന്നെങ്കിൽ ആ വ്യക്തിക്ക് എന്തോ പേര് കൊടുക്കാം? ഭോഷൻ. അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തനത്തിൽ പറഞ്ഞ ഭോഷന്മാരിൽ നമ്മൾ ശ്രദ്ധിച്ചോണം, ഞാൻ ഭോഷനാണോ? ഞാൻ പറഞ്ഞല്ല, ലോകപ്രകാരം നമ്മൾ ആരും ഭോഷരല്ല, നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാ. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഭോഷനാണോ എന്നറിയാൻ ഈ ഒരൊറ്റ ടെസ്റ്റ്. ദൈവത്തിൻ്റെ വചനത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല, ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ പേര് ഭോഷൻ. 1-2 വാക്യങ്ങൾ വീണ്ടും, ആ സദൃശവാക്യത്തിൽ തന്നെ പലതുണ്ടെങ്കിലും എല്ലാം കൂടെ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം കൂടെ വായിച്ചോളൂ. Proverbs chapter 12 verse. ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു. മതി, ഒറ്റ വാക്കി പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെല്ലാം ശരി എന്നൊരാൾക്ക് തോന്നുന്നെങ്കിൽ ആ ആളാരാ? ഭോഷനാ. അടുത്ത വാചകം വായിച്ചത് എന്തുവാ? ജ്ഞാനിയോ. ഞാൻ ചിലത് ശരിയെന്ന് തോന്നിയാലും മറ്റുള്ളവരോടൊന്ന് ചോദിച്ച് അവരുടെ കൂടെ അഭിപ്രായം അറിഞ്ഞ് അവസാനം ദൈവത്തിൻ്റെ ആലോചനയോട് ചോദിച്ച് കാര്യങ്ങൾ നടത്തുന്നവനാ ജ്ഞാനി. അല്ലാത്ത വ്യക്തിക്ക് ഒറ്റ വാക്കി പറഞ്ഞോട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം. ഇനി അങ്ങനെയുള്ള ആരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ എന്തോ ചെയ്താലും അതെന്താ, അത് ശരിയാ, ഞാൻ ശരിയാ, ഞാൻ ചെയ്യുന്നതും അവനാരാ? ഭോഷണ. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ഇനി മറ്റാരോട് നിങ്ങൾക്ക് ചോദിക്കാനില്ലെങ്കിലും ദൈവത്തോടെങ്കിലും ഒന്ന് ചോദിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ദൈവത്തോട് പോലും ചോദിക്കാതെ, ഞാൻ വീണ്ടും ആ വാക്ക് പറയുന്നു, അത് ചില കുടുംബത്തിലൊക്കെ ഉണ്ട്. ഭർത്താവ് പറയും ഞാൻ പറയുന്നതൊക്കെ ശരിയാ, ചിലപ്പം ഭാര്യ പറയും അല്ലച്ചാ ഞാൻ പറയുന്നതാ. ഞാൻ ആ ശരിയെന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഭോഷണ. ഞാൻ ജോലി ചെയ്തെടുത്ത് എന്നോടൊപ്പം സൗദി അറേബ്യ വർക്ക് ചെയ്തെടുത്ത് ഞങ്ങളുടെ ഒരു മാനേജർ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് റൈറ്റ്. അന്ന് അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. നല്ല ഹെൽത്തിയാണ്, അവർക്കൊന്നും റിട്ടയർമെൻ്റ് ഒന്നുമില്ല, ആരോഗ്യമുണ്ട്. എന്നാൽ ഒത്തിരി വിവരക്കേട് അദ്ദേഹം കാണിച്ചു കൂട്ടും. പക്ഷെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഐ ആം മിസ്റ്റർ റൈറ്റ്, ഐ ആം ഓൾവേസ് റൈറ്റ്. ഇദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാനൊക്കത്തില്ല, കാരണം പുള്ളി പറയുന്നത് എന്തുവാ? ഐ ആം ഓൾവേസ് റൈറ്റ്, ഐ ആം മിസ്റ്റർ റൈറ്റ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഐ ആം മിസ്റ്റർ റൈറ്റുകൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ പറയണം ഞാൻ ആരാ? മനസ്സിലാവുന്നുണ്ടോ? ഐ ആം മിസ്റ്റർ റൈറ്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞോണം ഞാൻ ഭോഷനാ. ഐ ആം ഓൾവേസ് റൈറ്റ് ഒന്നുമല്ല. എപ്പോഴും ഞാൻ ശരിയാണോ? നമുക്കൊക്കെ തെറ്റ് പറ്റാം, മനുഷ്യരാണോ തെറ്റ് പറ്റും. ഇനി ആരെങ്കിലും പറയും എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പറയുന്ന വിവരക്കേടാ. മനുഷ്യരാണോ തെറ്റ് പറ്റും. അങ്ങനെയെങ്കിൽ വേഗത്തിൽ ഞാൻ പറയുന്നു, ഭോഷൻ്റെ 2ാമത്തെ ലക്ഷണം ഞാൻ ചെയ്യുന്നതൊക്കെ ശരി. ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയെന്ന് തോന്നുന്നെങ്കിൽ അവരെ ആ ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താം ഭോഷൻ്റെ ലിസ്റ്റിൽ. അടുത്തൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഒത്തിരി വാക്യങ്ങൾ സദൃശ മതി. ഭോഷൻ അപ്പൻ്റെ പ്രബോധനം നിരസിക്കുന്നു. എന്തോ അപ്പൻ ആരാ? ഉയരത്തിലൊരപ്പനുണ്ട്. സ്വർഗീയ പിതാവിൻ്റെ പ്രബോധനം നിരസിക്കുന്ന വ്യക്തി ആരാ? ഭോഷന. വചനത്തിൽ പറഞ്ഞത് എനിക്ക് ബാധകമല്ല, എന്നെ ബാധിക്കത്തില്ല, എനിക്കിതൊരു വിഷയമല്ല എന്നൊരു വ്യക്തി പറയുന്നെങ്കിൽ ആ വ്യക്തി ഭോഷന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ശരിയിലൂടെ പോകും, ഞാൻ എൻ്റെ വഴിയിലൂടെ പോകും, വേദപുസ്തകം എന്തു പറഞ്ഞോട്ടെ എനിക്കതൊന്നും വിഷയമല്ല, അപ്പൻ്റെ പ്രബോധനം എനിക്ക് വേണ്ട എന്ന് ഒരു മകൾ പറഞ്ഞാൽ അവർ ഭോഷര. വീണ്ടും ഒത്തിരി വാക്യങ്ങളോട് ഞാൻ തൽക്കാലം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങൾ പിന്നീട് സദൃശവാക്യം വായിച്ചു നോക്ക്. ജ്ഞാനിയും ഭോഷനും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ദൈവമക്കളിത് പലരും പറയാറുണ്ടല്ലോ, ദിവസം ഒരധ്യായം വെച്ചൊക്കെ വായിച്ചാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒത്തിരി മാറ്റം വരുത്താൻ ഉതകുന്നതാണ് ഈ പുസ്തകം. കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. ഈ ഭോഷൻ്റെ ഒരു പ്രത്യേകതയോടെ പറഞ്ഞാൽ തൽക്കാലം അവസാനിപ്പിക്കാം. 20
ഈ 7-ാം അധ്യായം എടുത്തേ, അതിൻ്റെ 22-ാം വാക്യം കൊടുന്ന് വായിച്ചു. ഇനിയും പോഷനെ നേരെയാക്കാൻ പോകരുത്. നമ്മൾ പോഷത്വം വിട്ട് മാറുകയല്ലാതെ പോഷനെ നേരെയാക്കാൻ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ വായിച്ചോ. ആ, ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അവിൽ പോലെ ഇടിച്ചാലും. എന്തോ മക്കളെ, ഒരല്ല കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളോടൊന്നും പറഞ്ഞത് മനസ്സിലാകത്തില്ല. വീടിൻ്റെയൊക്കെ അടുക്കളയുടെ പുറകിലൊക്കെ പോയി നോക്കി, ചിലപ്പോൾ അവിടെയൊക്കെ കാണും. ഇന്നിപ്പോൾ ആരും അടുക്കളയിലൊന്നും വയ്ക്കാറില്ലല്ലോ. പണ്ട് കാലത്ത് അടുക്കളയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് ഒരൽ. കണ്ടിട്ടില്ലല്ലേ? വീടിൻ്റെ പുറകിലൊക്കെ നോക്കി, ഇവിടെ കാണും, വീട്ടിലൊക്കെ കാണും. അല്ലെങ്കിൽ പടം കാണാം. ഈ ഒരൽ ഒരു ഒലക്ക കൊണ്ടാണ് ഇടിക്കുന്നത്. അല്ല, യൂട്യൂബിലൊക്കെ അടിച്ചു നോക്ക്, ചിലപ്പം കാണും, പഴയ ചരിത്രങ്ങളൊക്കെ കൊണ്ട് കാണാം. ഇത് ഇടിച്ച് അരി ഇടിച്ചിടിച്ച് അവൽ കണ്ടിട്ടുണ്ടോ? അല്ലെ, മമ്മിമാരോട് ചോദിച്ചാൽ മതി ഇടിച്ചെന്ന് വെച്ചാൽ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ചോദിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. അവൽ പോലെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഇടിക്കുമെന്ന അവിടെ പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. പോഷന് ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അവിൽ പോലെ ഇടിച്ചാലും. അങ്ങനെയെങ്കിൽ പോഷനെ നേരെയാക്കാൻ പോകരുത്. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഞാൻ പോഷനാകാതിരുന്നാൽ മതി. പോഷനെ നേരെയാക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതിനെ ഒലക്ക കൊണ്ട് ഇടിച്ചിടിച്ച് എത്ര പദം വരുത്തിയാലും എന്തോ ചെയ്യത്തില്ല, പോഷത്വം മാറത്തില്ല. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ, ഒരു പോഷനാകാതെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണം. ഓക്കെ, ഞാൻ വേഗത്തിൽ വിഷയത്തിലേക്ക് വരികയാണ്. ഈ പോഷന്മാർ ചെയ്യുന്ന കാര്യമാണ് നമ്മളോട് വായിച്ചത്. ഇനിയും 1-2 വാക്യം കൂടെ വേഗത്തിലൊന്ന് ഓർപ്പിക്കാം. പോഷത്വം, ഇതൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് ദൈവമക്കൾ ശ്രദ്ധിച്ചോണം. ഈ പറയപ്പെട്ടത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്തോണം. ഇല്ല എങ്കിൽ ഞാൻ മത്സരിച്ച് ദൈവത്തോട് എതിർക്കുകയാണ്. എൻ്റെ പോഷത്വമാണ് ദൈവത്തോട് എതിർക്കുന്നത്. ഈ പോഷത്വ നിമിത്തമായിട്ട് ഞാൻ കഷ്ടത അനുഭവിക്കാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് ദൈവമേ, ഒരു പോഷനാകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. യെരമ്യാ പ്രവചനത്തിൻ്റെ 4-ാം അധ്യായം 22-ാം വാക്യം കൊടുത്ത് വായിക്കാമോ? യെരമ്യാവ് 4:22. ദൈവത്തിൻ്റെ എൻ്റെ ജനം പോഷന്മാർ. ദൈവം ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ജനം പോഷന്മാർ, അവരെന്നെ അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ മതി. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ദൈവത്തെ അറിയാത്തവൻ ആരാ? പോഷണ. 14-ാം സങ്കീർത്തനം 53-ാം സങ്കീർത്തനം ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവത്തെ അറിയത്തില്ലെങ്കിൽ അവർ പോഷണ. ലോകത്തിലെ എന്തെല്ലാം അറിവുണ്ടെങ്കിലും, ലോകപ്രകാരം ഏറ്റവും ഉന്നതമായ നിലയിലെത്തിയെങ്കിലും ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ അവർ പോഷന്മാരാണ്. നമ്മൾ വളരെ ഗൗരവത്തോടെ ജീവിതത്തെ ഒന്ന് കാണണം. കർത്താവെ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞതാണല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത. എന്നാൽ ദൈവത്തെ അറിയാതിരിക്കുന്നത് പോഷത്വമാണ്. ഇന്നും അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല കർത്താവെ, ഇനിയും അറിയാനുണ്ട്. ആ പോഷത്വം മാറ്റി ദൈവത്തെ അറിയാൻ എനിക്ക് കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നിട്ട് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. പോഷത്വം മറ്റ് എന്താണെന്ന് മതി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക്. അപ്പം ദൈവത്തിൻ്റെ വചനം പോഷത്വമെന്ന് തോന്നുന്നത് ആർക്കാ? നശിച്ചു പോകുന്നവർക്കാ. ഈ ക്രൂശിൻ്റെ വചനം നമുക്കറിയാമല്ലോ. ക്രൂശിൻ്റെ വചനം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. ഇനി അല്പം കൂടെ പറഞ്ഞോട്ട്, യേശു കർത്താവ് ക്രൂശിൽ സഹിച്ചത്, ക്രൂശിൽ പ്രദർശിപ്പിച്ചത്, അത് പോഷത്വമെന്ന് തോന്നിയാൽ ഞാൻ രക്ഷിക്കപ്പെടുന്ന കൂട്ടത്തിലല്ല ഞാൻ. അല്ലെങ്കിൽ അല്പം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ ക്രൂശിൻ്റെ വചനം എനിക്ക് പോഷത്വമെന്ന് തോന്നണം. എന്തുവാ യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചത്? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവർ ചെയ്തത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ വചനം പോഷത്വമെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ, യെസ്, ഹല്ലേലൂയ, ഞാൻ ആ വാക്കൊന്ന് പരാവർത്തനം ചെയ്ത് പറഞ്ഞോട്ടെ. ക്രൂശിൻ്റെ വചനം
പോഷത്വമെന്ന് തോന്നുന്നത് നശിച്ചു പോകുന്നവർക്കാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു കർത്താവിൻ്റെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത വാക്കുകൾ ഇതിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയാതെ, അത് വേദപുസ്തകം അങ്ങനെ പലതും പറയും, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് പോഷത്വമായി എനിക്ക്. അങ്ങനെയെങ്കിൽ ഞാൻ നശിച്ചു പോകുന്നവരുടെ ലിസ്റ്റിലാ, അല്പം കൂടെ കടന്നു പറഞ്ഞോട്ടെ, രക്ഷപ്പെടുന്ന ലിസ്റ്റിലല്ല. ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ചോണം, ഞാൻ ഏത് ലിസ്റ്റിലാണ്? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. അപ്പോൾ നശിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പ്. രണ്ടാം ഗ്രൂപ്പ് രക്ഷപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. ഈ പാപലോകത്തിൽ നിന്നും, നാശത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, പിശാചിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് ക്രൂശിൻ്റെ വചനം ശക്തിയായി മാറുമ്പോൾ, ഈ ക്രൂശിൻ്റെ വചനം എനിക്ക് പോഷത്വമായി തോന്നുന്നെങ്കിൽ ദൈവമക്കളെ തിരിച്ചറിയണം, ഞാൻ നശിച്ചു പോകുന്ന ഗ്രൂപ്പിലേക്ക് മാറുകയാണ്. ഇല്ല കർത്താവേ, ഞാൻ ഈ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കാൻ തയ്യാറാണ്. വള്ളിപ്പുള്ളി വിടാതെ എനിക്കിഷ്ടമുള്ളത് മാത്രം എടുക്കാനല്ല. യേശു കർത്താവ് എന്തൊക്കെ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ എൻ്റെ അന്തരാത്മാവിനോട് എൻ്റെ ദൈവം എന്തൊക്കെ പറയുന്നു, പരിശുദ്ധമാവ് എന്തൊക്കെ എന്നെ അറിയിക്കുന്നു, വചനം എന്തൊക്കെ എന്നോട് പറയുന്നു, ഇതനുസരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു പോഷൻ്റെ ഗ്രൂപ്പിൽ പെട്ടു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞാൻ പോഷനാകരുത്. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോക്കോട്ടെ. പോഷനെക്കുറിച്ച് ഏതാണ്ട് ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നു എന്ന് കരുതുന്നു. ഈ പോഷന്മാർ ചെയ്ത കാര്യം നമ്മൾ വീണ്ടും സംഘത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. അതിൻ്റെ 17 വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോ. അപ്പോൾ ഇവർക്ക് ഇപ്പം കഷ്ടപ്പാടാണ്. ആർക്കാ കഷ്ടപ്പാട്? പോഷൻ ആരാണെന്ന് കണ്ടു. ആ ലിസ്റ്റിലുണ്ടെങ്കിൽ, കഷ്ടപ്പാടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാൻ നമ്മൾ നോക്കുക. അവിടെ വായിച്ചത്, തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും. അപ്പം ദൈവത്തിൻ്റെ വചനം അനുസരിക്കില്ലെങ്കിൽ നമ്മൾ ലംഘനമാണ്, ദൈവവചനത്തോടുള്ള ലംഘനമാണ്, അനുസരണക്കേടാണ്. ഈ അനുസരണക്കേട് നിമിത്തം അകൃത്യം, കൃത്യമായി ചെയ്യാൻ കഴിയാത്തത്. അകൃത്യത്തിന് പല ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ പാപമെന്നല്ല അകൃത്യമെന്ന് പറയുമ്പോൾ. ചില ട്രാൻസ്ലേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും അകൃത്യം എന്നുള്ളതിനെ ശരിക്കും നമ്മളിന്ന് പഠിച്ചു വന്നാൽ കൃത്യമായി ചെയ്യാൻ കഴിയാത്തതൊക്കെ അകൃത്യമാണ്. ദൈവത്തിൻ്റെ വചനം കൃത്യമായി ആചരിക്കേണ്ടതിന് ചില കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. കൃത്യമായി ആചരിക്കാൻ തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അകൃത്യം ചെയ്യുക. 1-ാം സങ്കീർത്തനം നമുക്കറിയാമല്ലോ, ദുഷ്ടന്മാരുടെ നടക്കാതെയും, മക്കളൊന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ അടുത്തത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഡോൺസ, ചെയ്യാൻ പാടില്ല. അടുത്ത് പറഞ്ഞതോ ചെയ്യേണ്ടതാ, കൃത്യമായി ആചരിക്കേണ്ടതാ. ഒന്നാമത് പറഞ്ഞു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, അത് പാടില്ലാത്തതാ. പക്ഷെങ്കിൽ അടുത്ത വാക്യത്തിൽ പറയുന്നതോ യഹോവയുടെ ന്യായപ്രമാണം, പറഞ്ഞു യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ. അപ്പം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാൻ കഴിയാതെ, അതിനെ രാപ്പകൽ ധ്യാനിക്കാൻ കഴിയാതെ, അതിനെ ധ്യാനിക്കാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ചെയ്തത് അകൃത്യമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ പാപമല്ല ചെയ്തത്, അകൃത്യം ചെയ്തു. ദൈവമക്കൾ പലപ്പോഴും പാപം ചെയ്യാറില്ല, പാപത്തെ ഭയമാണ്, ദൈവം ശിക്ഷിക്കുമെന്നുള്ള പേടിയെങ്കിലും ഉള്ളിലുണ്ട്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? അകൃത്യങ്ങൾ, ചെയ്യേണ്ട പലതും ചെയ്യാതിരിക്കുന്നു. ഈ അകൃത്യം നിമിത്തം, ഞാൻ ഒന്നുകൂടെ ഭാഗത്തെ വിശദീകരിച്ചോട്ടെ, പോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ നിമിത്തവും ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും. അങ്ങനെയെങ്കിൽ ദൈവം കൃത്യമായി ചെയ്യുവാൻ എനിക്ക് തന്നിട്ടുള്ള ഈ വചനം അനുശാസിക്കുന്ന, നിഷ്കർഷിക്കുന്ന ചില കൃത്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഞാൻ അകൃത്യം ചെയ്യുക. ഈ അകൃത്യം നിമിത്തം എനിക്കുണ്ടാകുന്ന പ്രശ്നം അവിടെ എഴുതിയിരിക്കുന്നത് കഷ്ടപ്പെടുക. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, പാപം നിമിത്തം പലപ്പോഴും ദൈവമക്കൾ കഷ്ടപ്പെടണമെന്നില്ല, സാധ്യതയുണ്ട്, അങ്ങനെയും സംഭവിക്കാം. എന്നാൽ അതിലധികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അകൃത്യം നിമിത്തമാണ് നമ്മൾ പലപ്പോഴും കഷ്ടപ്പെടുന്നത്.
ദൈവത്തിൻ്റെ വചനം കൃത്യമായി ആചരിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ആചരിക്കാൻ കഴിയാതെ, അതിന് വില കൊടുക്കാതെ, അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് സാരമില്ല വഴിക്ക് വെച്ച് കാണാം എന്ന് പറഞ്ഞൊരു പോക്കാണെങ്കിൽ കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അകൃത്യം നിമിത്തം കഷ്ടപ്പെടാൻ ഇടവരരുത്. ഈ അകൃത്യം നിമിത്തം കഷ്ടപ്പെട്ടാലുള്ള അടുത്ത പ്രശ്നം, അടുത്ത വാക്യം ഒന്ന് വായിച്ചോ. നിങ്ങൾ ഓർത്തണം, ആരാ ഇത് സംഭവിക്കുന്നത്? പോഷന്മാർ. അകൃത്യം നിമിത്തമായിട്ട് സകലവിധ ഭക്ഷണത്തോട് വെറുപ്പ് എന്തിൻ്റെ ലക്ഷണമാണ്? രോഗത്തിൻ്റെ ലക്ഷണമാണ്. നമുക്കറിയാം, നല്ലൊരു പനി പിടിച്ചാൽ നമ്മളെന്തോ പറയും? വീട്ടുകാർ കഞ്ഞി കൊണ്ടുത്തരും, അതിനകത്ത് ഇച്ചിരി അച്ചാറൂടെ വേണമെന്ന് പറയും. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാം കൊണ്ടുത്തരും. ഒരു വായിലോട്ട് ചെന്ന് പറയും, ഒരു ടേസ്റ്റും ഇല്ല. അതിന് ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ? അത് നല്ല ടേസ്റ്റിയാണ്, പക്ഷെ ടേസ്റ്റ് ഇല്ലാത്ത ആർക്കാ? നിങ്ങളുടെ നാക്കിനാ. കാരണം എന്നാ? നിങ്ങൾക്ക് രോഗമാണ്. ഒരു രോഗമുണ്ടെങ്കിൽ ഭക്ഷണത്തോട്, സകലവിധ ഭക്ഷണത്തോടൊന്നുമല്ലേ പറഞ്ഞേക്കുന്നത്? അങ്ങനെയല്ലേ വായിച്ചത്? അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. ഇനിയും ശാരീരികം അവിടെ നിൽക്കട്ടെ. ആത്മീയ വിഷയത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ എന്താ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ഇത് ഭക്ഷണമല്ലേ? ഇത് ജീവൻ്റെ അപ്പമാ. ഈ അപ്പം തിന്നാൻ എനിക്ക് വിശപ്പില്ലെങ്കിലോ? സൂക്ഷിച്ചോണം, രോഗമുണ്ട്. സകലവിധ ഭക്ഷണത്തോടും. സങ്കീർത്തനം എടുത്താൽ ഒരു ടേസ്റ്റ് ഇല്ല. എന്നാൽ പഴയ നിയമത്തിലെ ചരിത്രങ്ങളൊക്കെ വായിച്ചാലോ? അതിന് ഒരു ടേസ്റ്റും ഇല്ല. എന്നാൽ പിന്നെ സുവിശേഷങ്ങളായിക്കോട്ടെ, യേശുവിൻ്റെ പ്രവൃത്തികളൊക്കെ നോക്കാം. അത് വായിച്ചിട്ടും 2-3 ലൈൻ വായിക്കുമ്പോഴത്തേക്കും കണ്ണടഞ്ഞു പോകുന്നു. നേരെ പൗലോസിനെ കയറി പിടിച്ചു. എന്നാൽ ലേഖനങ്ങളാകട്ടെ, അവിടെ വന്നപ്പോഴും ഇതൊന്നും മനസ്സിലാകുന്നില്ല. കട്ടുകട്ടി വാക്കുകളാണ്. പൗലോസിൻ്റെ ജ്ഞാനത്തിൽ എഴുതിയതല്ലേ? എന്നാൽ ഇനിയും പത്രോസിൻ്റെ ലേഖനമായാലോ? എന്നിട്ടും പറയും അത് മുക്കുവാൻ എഴുതിയല്ലേ? ഇനി വെളിപ്പാടിലോട്ട് കയറിയാലോ? അതൊക്കെ അങ്ങ് ചെന്നിട്ട് മനസ്സിലാവും. അത് ആരെങ്കിലുമൊക്കെ അറിവുള്ളവർ പറഞ്ഞു തരട്ടെ. ഇതൊന്നിനോടും ടേസ്റ്റ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? സൂക്ഷിച്ചോ, എവിടെയോ രോഗമുണ്ട്. ഇത് നമുക്ക് വളരെ ഗൗരവത്തോടെ ജീവിതത്തിൽ ഒന്ന് കണ്ടോണം. എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാ. അതുപോലെ ആത്മീയ ഭക്ഷണം ദിവസവും കഴിക്കാൻ എനിക്കൊരു ടേസ്റ്റ് ഇല്ലെങ്കിൽ, ഒരു വിശപ്പില്ലെങ്കിൽ, സമയമില്ലെന്നൊക്കെയാണ് പലരും പറയുന്നത്. സമയമൊക്കെ ഉണ്ട്, സമയം എല്ലാത്തിനും ഉണ്ട്. നമ്മളെന്തിനാണ് സമയമില്ലാത്ത? പ്രാർത്ഥനയ്ക്കും വചനം ധ്യാനത്തിനൊക്കെ അല്ലേ പലപ്പോഴും സമയമില്ലാതുള്ളൂ. എന്നാൽ എനിക്കന്ന് രാവിലെ വചനം വായിക്കാഞ്ഞപ്പോൾ ഒരു ഭയങ്കര വിശപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇറങ്ങിത്തിരിച്ചാൽ വിശപ്പുണ്ടാകുന്നത് പോലെ ഈ വചനം വായിക്കാതിരുന്നാൽ എനിക്കൊരു അകത്തെ മനുഷ്യനിലൊരു വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്. വീണ്ടും ഞാൻ ആവർത്തിച്ചോട്ടെ, ഇത് കുറേ ദിവസമായിട്ട് വായിക്കാതിരുന്നിട്ടും എനിക്ക് ഒരു വിശപ്പും തോന്നുന്നില്ലെങ്കിൽ എല്ലാം അറിഞ്ഞെന്ന് ഭാവിക്കരുത്. പകരം പറ, എനിക്കെന്തോ രോഗമുണ്ട്. സകലവിധ ഭക്ഷണത്തോടും എനിക്ക് വെറുപ്പ് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മീകമായി ഏതോ രോഗം എന്നെ ബാധിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറ, കർത്താവേ, എന്താണ് എന്നെ ഈ വചനത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. യെസ്, ഹല്ലേലൂയ. അല്ല എങ്കിൽ അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷ പറഞ്ഞോട്ടെ, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴന്നേണ്ടി വരും. നമ്മൾ ഓർത്തോണം, ആരോഗ്യമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവന് പിശാചിന് പെട്ടെന്ന് തള്ളിയിടാൻ കഴിയത്തില്ല. പിശാചിനറിയാം അവർ ആത്മീയമായി കരുത്തരാണ്. എന്നാൽ ആത്മീയമായി നമ്മൾ ബലഹീനരാണെങ്കിൽ ഒറ്റ തെള്ളുമതി താഴെ പോകും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ആത്മീയമായി ആരോഗ്യം എനിക്ക് വേണം കർത്താവേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം അത് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് പറയാം, എനിക്ക് ഏത് ഭക്ഷണം കിട്ടിയാലും തിന്നാനുള്ള വിശപ്പുണ്ട്. യെസ്, ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ ഒന്നൊരുക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പോഷന്മാരുടെ അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവർ പോഷന്മാരായി തീർന്ന കാരണം നമ്മൾ കണ്ടു. എന്നാൽ ഈ പോഷന്മാർ ഒരു കാര്യം ചെയ്തു. അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ
മതി. അത്രയും കാര്യം ചെയ്യാൻ അവർ തയ്യാറായി. ഈ കഷ്ടത വന്നപ്പോൾ എന്തോ ചെയ്തു? നിലവിളിച്ചു. ആ 3 ഭാഗത്ത് നമ്മളത് കാണുന്നുണ്ട്. മുന്നോട്ട് വരുന്നിടത്തും അത് കാണാൻ കഴിയുന്നുണ്ട്. കഷ്ടത വന്നപ്പോൾ ഹൃദയം കഠിനപ്പെടുകയല്ലായിരുന്നു. ഇനി ദൈവം വേണ്ടാന്ന് പറഞ്ഞില്ല. ഇവരൊരു കാര്യം ചെയ്തു. കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവരെ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന്. ദൈവമക്കളെ, പലപ്പോഴും മാനുഷികമായി ഭോഷത്വമൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെങ്കിൽ ഞാൻ പോയ വഴി കൂടെ പോകും, ഇനി തിരിച്ചൊരു വരവില്ല, ക്ഷമ പറയത്തില്ല, പ്രാർത്ഥിക്കുന്ന ആവശ്യമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട, ദൈവത്തോട് നിലവിളിക്കത്തില്ല എന്നല്ല പറയേണ്ടത്. പകരം വഴി തെറ്റിപ്പോയാലും കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരാൻ തയ്യാറെന്ന് പറഞ്ഞ് കഷ്ടതയിൽ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. യെസ്, ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടി ആഗ്രഹിച്ച ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഭോഷത്വം ലോകപ്രകാരം പലരുടെയും പ്രവർത്തികൾ ഭോഷത്വമല്ല. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ചിലതൊക്കെ ഭോഷത്വമാണ്. 2 വ്യക്തികളെ എടുത്ത് കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് ശൗമേൽ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചോ. ആ ആ ഉം ഉം മതി മതി മതി. ആ ഭാഗത്ത് വായിക്കുമ്പോൾ എല്ലാം കൂടെ വായിക്കണമെന്നില്ല. അവിടെ വായിച്ചു വന്നത് ഏലിയുടെ മക്കൾ. നമുക്ക് ചരിത്രമൊക്കെ അറിയാം. ഹൊഫ്നി, ഫിനെഹാസ്. ലോകത്തിൻ്റെ മുമ്പിൽ ഇവർ ഭോഷന്മാരല്ല, ഇവർ കേമന്മാരാണ്. ആ 2 പുത്രന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചല്ലോ. ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്നവർ യാഗം കഴിക്കും. പഴയ നിയമത്തിൽ യാഗമുണ്ട്. ആ യാഗം അർപ്പിക്കുമ്പോൾ അതിൻ്റെ മേധസ് ദഹിക്കും. ആ ഫാറ്റ്, ആ പുറത്തെ തൊലികളൊക്കെ ഇതെല്ലാം ദഹിച്ചു പോയി കഴിയുമ്പം ബാക്കിയുള്ളത് പുരോഹിതനാണ്. പക്ഷെങ്കിൽ ഇവരൊരു കാര്യം ചെയ്യും. അവർ പറയും, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യും, നിങ്ങൾക്കിത് തരാം. പക്ഷേ ഈ പിള്ളേരെന്തോ പറയുന്നത്? അവിടെ പ്രത്യേക പദം എഴുതിയിട്ടുണ്ടല്ലോ. ഒന്ന് വായിച്ചു തരാം വാക്യം. ആ, അവർ പറയും, ഞങ്ങൾക്ക് പച്ച മതി, ഞങ്ങൾക്ക് ഇതിപ്പോൾ വേണം, ഇപ്പം വേണം. അപ്പോൾ അവിടെ തടയുന്ന പുരോഹിതന്മാരുണ്ട്, ലേവ്യരുണ്ട്, ശുശ്രൂഷക്കാരുണ്ട്. ഇവരെ എല്ലാം തള്ളി മാറ്റി അവർ പറഞ്ഞു, നിങ്ങൾ തന്നില്ല, ഞങ്ങൾ പിടിച്ചെടുക്കും. ഈ പിള്ളേരെ പേടിയാ, ഇവന്മാരത് കാണിക്കുന്നവരാ. ഇതുകൊണ്ട് അവർ പറയുന്ന മക്കളെ കൊണ്ടുപോകും. ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു ഭാഗം കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം. 4-ാം അധ്യായം ഒന്നെടുത്തെ. ഒരു വലിയ മിടുക്കന്മാരാണ് അവർ. ആ മിടുക്കന്മാർ 4-ാം അധ്യായത്തിൽ 11-ാം വാക്യം വായിച്ചേ. ആ, അതിൻ്റെ 10 തൊട്ടങ്ങ് വായിച്ചോ. അങ്ങനെ മതി. ഈ മിടുക്കന്മാരിപ്പോൾ എന്തിയേ? അവർ പെട്ടുപോയി. നമ്മൾ പറയും അവർ മിടുക്കന്മാരാ. ഞാൻ ഇടയ്ക്കൊരു സംഭവം ഒന്ന് പറഞ്ഞോട്ടെ. ഈ കുഞ്ഞുങ്ങൾ ചില കാര്യത്തിലൊക്കെ ഒത്തിരി വാശി പിടിക്കുന്നവരുണ്ട്. ഈ വീടുകളിലൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ആരുടെയും വീട്ടിലെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല, സാധ്യത പറയുക. ഫുഡുണ്ടാക്കി അപ്പോഴാ മമ്മി പറഞ്ഞോടോ നമുക്ക് പായിട് പ്രാർത്ഥിക്കാം. എന്നാ കൊച്ചൻ പറയുക, കഴിച്ചിട്ടേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അവൻ ആ സ്മെല്ലെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ധൃതിയായി. അപ്പം പ്രാധാന്യം ഏതിനാ? മാതാക്കളോട് പറഞ്ഞോട്ടെ, ആത്മീയം കഴിഞ്ഞിട്ട് മതി ഭൗതികമൊക്കെ. ചിലർ പറയത്തില്ലേ, ആരാധനയ്ക്ക് ഇടയ്ക്കൊക്കെ സംഭവിക്കും. കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം നിർബന്ധം പിടിക്കുന്നവരുണ്ട്. വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം.
ഈ ഏലിയുടെ മക്കള് ഭയങ്കര മിടുക്കന്മാരല്ലേ? അവർ പറഞ്ഞ എന്തുവാ, ഈ ആരാധനയൊന്ന് കഴിയട്ടെ, ഈ പ്രാർത്ഥനയൊന്ന് കഴിയട്ടെ, ഈ യാഗമൊന്ന് കഴിയട്ടെ, ഈ ആത്മീയത്തിൻ്റെ ആ ശുശ്രൂഷയൊന്ന് തീരട്ടെ. അവർ പറഞ്ഞ് പറ്റത്തില്ല, എനിക്ക് അതുവരെ ഒന്നും നിൽക്കാനൊക്കത്തില്ല. അവൻ മിടുക്കനാ. പക്ഷെ മിടുക്കൻ എന്തോ സംഭവിച്ചു? പട്ടുപോയി. വളരെ വിരോധത്തോടെ ഓർക്കണം, ആത്മീയത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവ വചനത്തിനോ ദൈവ സാന്നിധ്യത്തിനോ പ്രാധാന്യം കൊടുക്കാതെ നിർബന്ധം പിടിക്കുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളും നിർബന്ധം പിടി. കുഞ്ഞെ ഒക്കത്തില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർക്കിപ്പം മനസ്സിലാകത്തില്ല, പക്ഷേ ഏതെങ്കിലും കാലത്ത് മനസ്സിലാകും. പ്രായമുള്ളവരോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ഇന്ന് ഇത്രയും നിലയിലെത്തിയത് മാതാപിതാക്കളുടെ കർശന അച്ചടക്കത്തിൽ വളർന്നു വന്നുകൊണ്ടല്ലേ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആ രീതിയിൽ വളർത്തുന്നില്ല? നമ്മൾ ഈ നിലയിലെത്തിയെങ്കിൽ ഒത്തിരി അച്ചടക്കം പാലിച്ചവരാ. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർ ഓരോരുത്തരോട് ചോദിച്ചാലും പറയാൻ കഴിയും, അപ്പൻ്റെ അമ്മയുടെ ഒക്കെ അടി കിട്ടിയിട്ടുള്ളവരാ, വഴക്ക് കിട്ടിയിട്ടുള്ളവരാ. ആ രീതിയിൽ അവർ നമ്മളെ ചിട്ടയിൽ വളർത്തിയത് കൊണ്ടാണ് നമ്മളൊരു നിലയിലെത്തിയതെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ മക്കളെയും അതേ ചിട്ടയിൽ വളർത്തുക എന്നാ. കാലത്തിനനുസരിച്ചല്ല നടത്തേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം വരും, സാരമില്ല, നിങ്ങളുടെ ഗുണത്തിനായി പറയുന്നത്. കാലം എന്തു പറയും, മനഃശാസ്ത്രം എന്തു പറയും, അതല്ല വലുത്, വേദപുസ്തകം എന്തു പറയും. മിടുക്കന്മാർ ഒരു കാലത്ത് മിടുക്കന്മാർ, പക്ഷെങ്കിൽ മിടുക്കന്മാർ എത്ര കാലം മിടുക്കന്മാരായിട്ട് നിൽക്കും? ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവത്തിൻ്റെ പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കാതെ മിടുക്കരെന്ന് പറഞ്ഞ രണ്ട് പിള്ളേരെയാണ് നമ്മൾ കണ്ടത്, ഹൊഫ്നി ആൻഡ് ഫിനഹാസ്. അവർ പട്ടുപോയി. അവർ ഇന്ന് ഭൂമുഖത്തില്ല, അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഒരു കൊച്ചൻ, അവൻ ഭോഷണം എന്ന് വേണേൽ പറയാം. ഒന്ന് വായിച്ചേര്, സൗമ്യയുടെ പുസ്തകം തന്നെ എടുത്ത് 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിച്ചേ. അപ്പോൾ ഈ സൗമ്യനെ കണ്ടോ? പുള്ളി എന്താ ചെയ്യുക? പഞ്ഞിനൂൽ കൊണ്ട അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധി എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ വേഷം, ആ ശുശ്രൂഷയ്ക്ക് അവിടെ കയറണമെങ്കിൽ വേണ്ടിയ വേഷം ധരിച്ചുകൊണ്ട് ദൈവവും ഭാഗ ശുശ്രൂഷ ചെയ്തു പോന്നു. 21-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ലൈനോടൊന്ന് വായിച്ചോള്. ശൗമേൽ ബാലനോ മതി. അങ്ങനെയെങ്കിൽ ആ ചർച്ച്, ഇപ്പം ഏലിയുടെ ചർച്ച്, ശീലോയിലെ ആ ചർച്ചിൽ വരുന്ന ആൾക്കാർ പറയും, ഏലിയുടെ പിള്ളേർ നല്ല മിടുക്കര് പിള്ളേരാണ്. ശൗമേലിനെ കണ്ടാൽ എന്നാ പറയും? ഓ, ഒരു പാവം സാധു, വാ ഒളിക്കത്ത് പോലും ഇല്ല. വല്ലവനും തട്ടിയേച്ച് പോയാലും അവൻ സ്വോത്രം പറയും. പിള്ളേരായ തിരിച്ച് രണ്ട് വർത്താനമൊക്കെ പറയണ്ടേ? ആരെക്കുറിച്ച് കമൻറ്റാ? ശൗമേലിനെ കുറിച്ച്. ലോകത്തിന് മുമ്പിൽ ഇവൻ ആരാ? പോഷൻ. ഏലിയുടെ മക്കളോ മിടുക്കര്. ശൗമേലിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം. 4-ാം അധ്യായം എടുത്തേ, 3-ാം അധ്യായം എടുത്തേ, 3-ന്റെ 19-20. മതി, എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഒത്തിരി വിശദീകരണത്തിനൊന്നും ആവശ്യമില്ലല്ലോ. ലോകത്തിൻ്റെ മുമ്പിൽ പോഷനെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ മുമ്പിൽ പോഷൻ അല്ല. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ. ശൗമേൽ ആ സീസണിൽ, ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ നോക്കുമ്പം ആൾക്കാർ പറയും, കുഴപ്പമില്ല, മിടുക്കര് പിള്ളേർ. ശൗമേലിനെ കുറിച്ച് പറയും, അവന് ഭക്തിയുണ്ട്, സ്തോത്രം പറയാനേ അറിയത്തുള്ളൂ, അവന് കൈയടിക്കാനേ അറിയത്തുള്ളൂ, പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ. മതിയെന്നേ. കാലം തെളിയിച്ചല്ലോ. ഏലിയുടെ മക്കൾ പട്ടുപോയപ്പോൾ ശൗമേലിനെ കുറിച്ച് പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിച്ച ഇങ്ങനെയാണല്ലോ: ശൗമേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകാൻ ഇടവരുത്തിയില്ല. ശൗമേൽ പറഞ്ഞ വാക്കുകൾ, ദൈവത്തിൽ നിന്ന് കേട്ട് പറഞ്ഞ വാക്കുകൾ ഒന്നും ഫലം ചെയ്യാതെ പോയില്ല. തീർന്നില്ല. അടുത്ത വാചകത്തിൽ പറയുന്നത്, ദാൻ മുതൽ ബേർശേബ വരെ, ആ രാജ്യത്തിൻ്റെ രണ്ടറ്റങ്ങളാണ്. ദാൻ ഒരു അറ്റത്ത്, ബേർശേബ മറ്റൊരറ്റത്ത്. ഒരിടം മുതൽ അങ്ങേ അറ്റം വരെ ഇസ്രായേലൊക്കെയും ശൗമേൽ
അങ്ങനെയെങ്കിൽ പോഷനായി നിന്നവനിപ്പോൾ ആരായി? വിശ്വസ്ത പ്രവാചകൻ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മളിതിൽ ഏത് ഗണത്തിൽപ്പെടും എന്നൊന്ന് ചിന്തിച്ച്, മിടുക്കന്മാരുടെ ഗണത്തിലാണ് ലോകം എന്നെ പെടുത്തിയിരിക്കുന്നെങ്കിൽ നമുക്ക് പറയാം, ഇല്ല കർത്താവേ, ഈ ലോകത്തിൻ്റെ മിടുക്കനായില്ലേലും വേണ്ടുകയില്ല, ദൈവത്തിൻ്റെ മുമ്പാകെ മിടുക്കനായാൽ മതി. ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ മിടുക്കനാകുമ്പോൾ ചിലപ്പോൾ ലോകത്തിന് മുമ്പ് ഞാൻ പോഷനായിരിക്കും. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിന് മുമ്പിൽ പോഷനായാലും സാരമില്ല, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ശ്രേഷ്ഠനായി തീരാൻ എന്നെ സഹായിക്കണമേ. സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവമക്കളെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? എല്ലാ പ്രിയപ്പെട്ട ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ കേമനാകാനല്ല ആഗ്രഹം, ലോകത്തിൻ്റെ മുമ്പിൽ പോഷനായാലും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ശ്രേഷ്ഠനായി നിൽപ്പാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്നോട് ഞാൻ വിളിച്ചു പറയട്ടെ, പോഷന്മാരെന്ന് ദൈവവചനം പറയുന്നവരാണ് പോഷന്മാർ. ലോകം സർട്ടിഫൈ ചെയ്യുന്നവരല്ല പോഷന്മാർ. ലോകം ഇന്നൊരാളെ പോഷനെന്ന് പറയും, നാളെ ഒറ്റ ദിവസം കൊണ്ട് അവൻ ഏതെങ്കിലും മാർഗത്തിൽ ഉയർന്ന് സമ്പന്നനായാൽ ആൾക്കാർ പറയും ആൾ മിടുക്കന. ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ആളിനെ നോക്കിക്കൊണ്ട് ആൾ മിടുക്കനെന്ന് പറയും. നാളെ ഒറ്റ സെക്കൻഡിൽ അവൻ താഴെ വീണാൽ, അല്ലെങ്കിൽ അവൻ സാമ്പത്തികമായി അധപ്പതിച്ചാൽ പറയും മണ്ടത്തരമല്ലേ കാണിച്ചത്, അവൻ പോഷനല്ലേ. ലോകം മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പോഷനാകരുത്. യെസ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ പോഷനായാൽ ഞാൻ കഷ്ടം അനുഭവിക്കേണ്ടി വരും, ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഇല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ പോഷനാകാതെ അങ്ങയുടെ മുമ്പിൽ ശ്രേഷ്ഠനാകാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. അതിന് സമർപ്പണത്തോടെ നമുക്ക് ദൈവകരങ്ങളിലൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്ക് അവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് ഇവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.